കണ്ണൂരിലേക്ക് നമ്മൾ പോവുകയാണ്. UDF-നും LDF-നും അവിടെ വിമതന്മാരുണ്ട്. കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന റിജിൽ മാക്കുറ്റിക്കെതിരെ പ്രാദേശിക ലീഗ് നേതാവ് മുഹമ്മദ് അലി മത്സരിക്കുകയാണ്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് KN ബിന്ദു വിമതയാണ്. കണ്ണൂരിൽ 14 LDF-ന് എതിരില്ല. ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, റിജിൽ മത്സരിക്കുന്ന ഇടത്ത് പോലും വിമത ശബ്ദമുയർത്തി ലീഗ് നിലയുറപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു ചർച്ചകൾ അവസാന ഘട്ടത്തിലെങ്കിലും നടന്നുവോ? രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഇടങ്ങൾ എവിടേക്കാണ്? മറ്റൊന്ന് എടുത്തു പറയേണ്ടത് 14 LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് ആ വിജയം, ഏകപക്ഷീയ വിജയം നൽകുന്നത്. എന്താണ് ജില്ലയിലെ ചിത്രം? പ്രതീക്ഷ, കണ്ണൂർ ജില്ല എന്നാൽ ഇടതിൻ്റെ കോട്ട എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ അത് UDF-നൊപ്പമാണ് പലപ്പോഴായി ഉള്ളത്. എന്നാൽ അവിടെയാണ് UDF-ന് ഏറ്റവും വലിയ ഭീഷണി എന്ന നിലയ്ക്ക് വിമതന്മാർ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചിട്ടും പലരും പത്രിക പിൻവലിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ നേതാവ് റിജിൽ മാക്കുറ്റിക്കെതിരെ ആദ്യ കടലായി സീറ്റിലാണ് മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാവ് മത്സരിക്കുന്നത്. മുഹമ്മദ് അലി പത്രിക പിൻവലിക്കാൻ തയ്യാറായില്ല. അത് CPIയുടെ സീറ്റാണ്, സിറ്റിംഗ് സീറ്റാണ്. അത് പിടിച്ചെടുക്കാനാണ് ഇത്തവണ റിജിൽ മാക്കുറ്റിയെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നത്. പക്ഷേ റിജിൽ മാക്കുറ്റിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽക്കുന്ന, അല്ലെങ്കിൽ ആ സാധ്യതകൾ കെടുത്തുന്ന രീതിയിലുള്ള വിമത ശല്യമാണ് ഇപ്പോൾ ആ വാർഡിലുണ്ടാകുന്നത്. ഒപ്പം തന്നെയാണ് ഇന്ദിരയാണ് ഇത്തവണ വനിതയാണ് മേയർ സ്ഥാനത്തേക്ക് എത്തുക. അവിടെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായാണ് പയ്യാമ്പലം വാർഡിൽ ഇന്ദിര മത്സരിക്കുന്നത്. ഇന്ദിരയ്ക്കെതിരെയും അവിടെ വിമത ശല്യമുണ്ട്. അതൊന്നും തന്നെ പരിഹരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ വാരം ഡിവിഷനിലാണ് ലീഗിന് വിമതൻ മത്സരിക്കുന്നത്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ഒരുപക്ഷെ സാധ്യതയുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF-ന് മാത്രമല്ല LDF-ന്, പ്രത്യേകിച്ച് CPM-നും കണ്ണൂർ പോലെ അവരുടെ ഏറ്റവും ശക്തമായ ഒരു ഘടകത്തിൽ പോലും വിമതന്മാരുണ്ട് എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പയ്യന്നൂർ നഗരസഭയിലെ ഒരു വാർഡിലാണ്, കാര വാർഡിലാണ്. അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വൈശാഖാണ് അവിടെ മത്സരിക്കുന്നത്. വൈശാഖിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. മറ്റൊന്ന് ചെറുകുന്ന് പഞ്ചായത്തിലാണ്. അവിടെയും ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി മത്സരിക്കുന്നു. പത്രിക പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഇതാണ് രണ്ട് മുന്നണികളെ ചിത്രമാണ് ഫെലിക്സ് പങ്കുവെച്ചത്. കണ്ണൂരിലെ ഭൂരിപക്ഷം നിയമസഭകളിലും മണ്ഡലങ്ങളിലൊക്കെ തന്നെ LDF-ന്റെ CPM-ന്റെ മേൽക്കൈയാണെങ്കിൽ അവിടെ കോർപ്പറേഷനിലെ ഭരണം അത് UDF-നായിരുന്നു. ആ UDF മത്സരിക്കുന്ന ഇടത്തേക്കാണ് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ വിമതശല്യം രൂക്ഷമാകുന്നത്.